വേൾഡ്. ഹെർഷീസ് ചോക്ലേറ്റ് വേൾഡ് കാണാനായിട്ട് പോവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഓടിച്ച് ഹെർഷീസിൻ്റെ പരിസരത്തെത്തി. അപ്പോൾ ഹെർഷീസിൽ നമ്മൾ ചോക്ലേറ്റ് വേൾഡ് മാത്രമല്ല, അതിലൊരു അമ്യൂസ്മെൻറ്റ് പാർക്കും പിന്നെ അതിൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ട്, പിന്നെ എന്തായിരുന്നു ഒരു മ്യൂസിയം, അങ്ങനെ ഒരു ഫുള്ളി പാക്കേജ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ തൊട്ടടുത്തടുത്തടുത്ത് തന്നെ ആയിട്ട് പല സാധനങ്ങളുണ്ട്. ഇതാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് 0 to 3 hours ഫ്രീ ആണ്. ബാക്കി ചാർജ് ചെയ്യുന്നത് $60 per 3 hours കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ പറയുക, ഇത് ഈ ഒരു പോർഷനിലാണ് ബസ്സൊക്കെ വന്ന് പാർക്ക് ചെയ്യണത്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് അതാ അവിടെ ഹെർഷീസിൻ്റെ പല ചോക്ലേറ്റിൻ്റെ ഒരു പിക്ചറൊക്കെ ഉണ്ട്. അവിടെ എത്തി. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് അവിടെ എത്തി. പിന്നെ എവിടെ പോയാലും ഫോട്ടോയ്ക്ക് ഒരു കുറവ് വരാറില്ലല്ലോ, അപ്പം ഞങ്ങളും പോസ് ചെയ്തു ഹെർഷീസിനെ പോലെ. പിന്നെ ഇവിടെ ട്രോളീസൊക്കെ ഉണ്ട്. ആ ഒരു ഈ ട്രോളിയിൽ ഈ പെൻസിൽവേനിയൻ്റെയും ഹെർഷീസിൻ്റെയും ഒക്കെ പരിസരത്ത് ഒരു 45 minutes റൈഡാണ്. അതിൻ്റെ ഫുൾ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു തരുന്നതാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ കയറിയില്ല. അങ്ങനെ നമ്മൾ ഹെർഷീസ് ചോക്ലേറ്റ് വേൾഡിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളിൽ ഭയങ്കര കളർഫുള്ളാണ്. ഫുൾ എന്താ പറയുക, ഹെർഷീസിൻ്റെ സിമ്പിൾസും പിന്നെ അതിൻ്റെ കുറേ ചോക്ലേറ്റ്സിൻ്റെ ഒരു എന്താ പറയുക പടവും അതേപോലത്തെ കുറേ സംഭവമാണ് ഉള്ളിൽ. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ മെമ്മറി ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ മെമ്മറിക്ക് വേണ്ടി നമ്മൾ 2-3 പടമൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ പോയത് ടിക്കറ്റ് കൗണ്ടറിലാണ്. അവർക്ക് ഇതുപോലെ ഒരു 3-4 ഓപ്ഷനൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു ടൈമിങ്ങിലാണ് അവരുടെ ഷോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നേരെ ചോക്ലേറ്റ് ടൂറിലോട്ടാണ് പോയത്. അപ്പോൾ ഹെർഷീസിൻ്റെ ഫൗണ്ടറിനെ കുറിച്ചും അതുപോലെ ഇതെങ്ങനെ ഉണ്ടായി, ഇതിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അങ്ങനെ എന്തൊക്കെയാണ് അവരുടെ പ്രോസസ്സിനെ കുറിച്ച്, അങ്ങനെയുള്ളൊരു ടൂറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെയിലിരുന്ന് ഇതിൻ്റെ ഒരു ടൈം ലൈൻ, ഹെർഷീസ് ചോക്ലേറ്റ് വേൾഡിൻ്റെ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മിൽട്ടൺ എസ് ഹെർഷീസ് ആണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, ഹെർഷീസ് ചോക്ലേറ്റ് കമ്പനിയുടെ. മിൽട്ടൻ്റെ 30th ഇയറിലാണ് പുള്ളി ഈ ചോക്ലേറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ ഒരു ലോങ് ജേർണി തന്നെയാണ്. പിന്നെ അതുപോലെ മിൽട്ടൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 1903 ഈ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടായത്. പിന്നെ മുന്നേ പറഞ്ഞ പോലെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി മാത്രമല്ല, ഇവർക്ക് തന്നെ പല സാധനങ്ങളുണ്ട്. പറഞ്ഞ പോലെ തിയേറ്ററും മ്യൂസിയം, അപ്പുറത്ത് അമ്യൂസ്മെൻറ്റ് പാർക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഈവൻ സ്കൂൾ വരെ ഉണ്ട് അവർക്ക്. അത് ആക്ച്വലി ഓർഫൺ കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ഹിസ്റ്ററിയിൽ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചുള്ളൊരു പടമൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഫ്രഷ് മിൽക്കിൽ നിന്നാണ് ഈ ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ടാക്കണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പോയി ചാടിക്കയറണം. അപ്പോൾ അങ്ങനെ ചാടിക്കയറി ബദ്ദു ഫ്രണ്ടിൽ ഇരിപ്പാണ്, ഞങ്ങൾ രണ്ടുപേരും ബാക്കിലാണ്, ഞാനും ഷാനിയും. അപ്പോൾ ഇനി കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷനാണ് എങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കണോ എന്നുള്ളത്. അപ്പോൾ ആദ്യം പശുവിന് തുടങ്ങാം. അപ്പോൾ പശുവിൽ നിന്നാണല്ലോ പാല് വരുന്നത്. അപ്പോൾ പിന്നെ പാല് തരുന്ന പശു എന്നാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പാല് പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പാല് പിന്നെ ഫാക്ടറിയിൽ എത്തിക്കുന്നു, ചോക്ലേറ്റ് ഫാക്ടറിയിൽ പാലെത്തുന്നു, പിന്നെ തീയുന്നു. പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സ് ഇവരിവിടെ ഒരു പടത്തിലൊക്കെ കൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നല്ല ഇൻഫോർമേറ്റീവ് ആണ്. പക്ഷേ കുറച്ച് സ്പീഡിലാണ്, കുറച്ച് സ്പീഡല്ല, ചെറിയ സ്പീഡിൽ പോകുന്നതുകൊണ്ട് മുഴുവൻ ഇരുന്ന് കാണാനൊന്നും പറ്റത്തില്ല. എങ്കിലും ഇതുപോലെ ഓടി കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അടുത്ത പ്രോസസ്സായ എന്തായിരുന്നു ബീൻ ബ്ലെൻഡിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് എല്ലാം ഭയങ്കര ഡെമോൺസ്ട്രേഷനാണ്, ഫുള്ളി കാണാൻ പറ്റും. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടിയും കുറേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സാധനങ്ങളിലൂടെ പിന്നെ അതിനെ ബീനെ ബ്രേക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രേക്ക് ചെയ്ത ബീനെ പിന്നെ മില്ലിലെത്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ നമ്മൾ പണ്ട് കോളേജിൽ നിന്ന് ഐവിക്ക് പോയതൊക്കെ ഓർമ്മ വന്നത്. അന്ന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാരൻസ് ആയപ്പോൾ പിള്ളേരോട് പ്രോസസ്സ് നോക്കൂ എന്ന് പറയേണ്ട ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാലിൻ്റെ മിൽക്ക് ആൻഡ് ഷുഗർ ബ്ലെൻഡിങ്ങിനെ കുറിച്ചാണ് പിന്നെ കാണിക്കുന്നത്.
അങ്ങനെ അവസാനത്തെ സ്റ്റേജായ പാക്കിങ്ങിലെത്തി. അപ്പോൾ നമ്മുടെ ഹെർഷീസിലെ ചോക്ലേറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് വരുന്നതാണ് ഈ സ്റ്റേജ്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പുറത്തും ഇപ്പുറത്തും കൂടെയൊക്കെ കുറേ പാക്കേജ് വരുന്നുണ്ട്. മുകളിൽ കൂടെ പാക്കേജൊക്കെ അതിൽ കൂടെയും ഇതിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ ടൂറ് ഇതോടെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഹെർഷീസ് ഫാക്ടറിയിൽ എന്തൊക്കെയാണുള്ളത്, സ്റ്റോറിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ വിശാലമായ ഹെർഷീസിൻ്റെ പലതരത്തിലുള്ള ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്സാണ്, പല ടൈപ്പ് ഷോപ്സാണ് ഈ ഒരു ചോക്ലേറ്റ് വേൾഡിലുള്ളത്. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഹെർഷീസിൻ്റെ തന്നെ ചോക്ലേറ്റ്സ് മാത്രമല്ല, ടീഷർട്ടായാലും കപ്പായാലും സ്നഫ്ഡ് ടോയ്സ് ആയാലും ബാഗ്സ്, പിന്നെ ഈ പറയുന്ന പോലെ കുട്ടി കാറുകൾ, ബ്ലോഗ്സ്, അങ്ങനെ പലതും. ചോക്ലേറ്റ്സിൻ്റെ കട്ടൗട്ട്സൊക്കെ ഇവിടെ കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ ഹെർഷീസിൻ്റെ ഐസ്ക്രീം മിൽക്ക് ഷേക്കും ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സാധനം, ഭയങ്കര അടിപൊളി സാധനമാണ്. പിന്നെ നമ്മൾ എവിടെ പോയാലും ഫുഡ് കോർട്ട് ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ഹെർഷീസിൻ്റെ തന്നെ മിൽക്ക് ഷേക്സും അതുപോലെ ഐസ്ക്രീമും സെല്ല് ചെയ്യുന്ന ഷോപ്പാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു വർക്ക്ഷോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ അതായത് ഹെർഷീസിൻ്റെ പല ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് ഓരോ ടൈമിലാണ് ഓരോ ക്യാരക്ടേഴ്സ് വരാം. പിന്നെ ഇതുപോലത്തെ കുറേ ഫുഡ് കോർട്ട്സ് ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ, സീ യു.